ബോളിവുഡ് സിനിമയിൽ ജനലക്ഷങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ ധർമ്മേന്ദ്രയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം പഞ്ചാബിലെ ലുധിയാന എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. അദ്ദേഹം പഠിച്ചത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നസ്രാലി എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ്, ഒരു ചെറിയ ഗ്രാമത്തിൽ 1935 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ 1960 ദിൽ ഭി തേരെ ഹം ഭി തേരെ. അതിനുശേഷം അദ്ദേഹം 1961 ബോയ് ഫ്രണ്ടിൽ ഇൻസ്പെക്ടർ സുനിലിൻ്റെ വേഷത്തിൽ ജനലക്ഷങ്ങളുടെ മനസ്സ് കീഴടക്കി. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് തെളിയിച്ച ചിത്രം കൂടിയായിരുന്നു ആ സിനിമ. അതിനുശേഷം അദ്ദേഹം ഫൂൽ ഔർ പത്തർ എന്ന് പറയുന്ന സിനിമയിൽ 1966 അഭിനയിച്ച്. ഈ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനലക്ഷങ്ങളുടെ മനസ്സ് കീഴടക്കിയ സിനിമയുമാണ് ഷോലെ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രദർശിപ്പിച്ച്. എങ്കിലും ആ സിനിമയിൽ അമിതാഭ് ബച്ചനും കൂടെ അഭിനയിച്ചായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ഒരു വളർച്ച അവിടെ നിന്ന് അങ്ങ് തുടങ്ങുമായിരുന്നു. ആ സിനിമയിലൂടെയാണ് അമിതാഭ് ബച്ചനെ എല്ലാവരും അറിയാൻ തുടങ്ങിയത്. അമിതാഭ് ബച്ചനെക്കാട്ടിലും നന്നായി അഭിനയിക്കുകയും ആ സിനിമയിൽ വീരുവിൻ്റെ രംഗങ്ങൾ അഭിനയിച്ച് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിക്കുകയൊക്കെ ചെയ്ത ഒരു സിനിമയിലെ ഒരു നല്ല നായകൻ്റെ എല്ലാ ഒരു സവിശേഷതയുമുള്ളൊരു വ്യക്തിയായിരുന്നു ധർമ്മേന്ദ്രയുടെ ആ അഭിനയ രംഗം ഏറ്റവും വളരെ മികച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഷോലെ. അതിനുശേഷം നിരവധി അവസരങ്ങൾ അമിതാഭ് ബച്ചനെ തേടിയെത്തി. അമിതാഭ് ബച്ചൻ ഒരു കൊച്ചൻ മാത്രമാണ്, അല്ലാതെ അമിതാഭ് ബച്ചൻ വലിയ ഒരു സിനിമാ നടനാണെങ്കിലും നമ്മുടെ ധർമ്മേന്ദ്രയുടെ ഒപ്പം എത്താനുള്ള കഴിവൊന്നും അമിതാഭ് ബച്ചന് ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ നല്ല ബോളിവുഡ് രംഗത്തിൽ ഒരു നല്ല സിനിമ രംഗത്ത് ഭയങ്കര നല്ല രീതിയിൽ അഭിനയിച്ച് തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിച്ച ഒരു ആളായിരുന്നു നമ്മളുടെ ധർമ്മേന്ദ്രയുടെ സിനിമകൾ എല്ലാവർക്കും കാണാനും അത് ആ കാലങ്ങളിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള സിനിമകളുമായിരുന്നു. യാദോ കി ബർസാത്ത്, സീത ഓർ ഗീത, ഡ്രീം ഗേൾ, ക്രാന്തി, ശിക്കാർ, ജീവൻ മൃത്യു നയാ സമാന, ദോ ദിശായേ, ഹത്യാർ, അങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകളായിരുന്നു ഈ സിനിമകളെല്ലാം. വളരെയധികം നല്ല സിനിമകളായിരുന്നു. അത് ജനലക്ഷങ്ങൾ കാണാനും അതിന് കയ്യടി നൽകാനുമൊക്കെ വളരെയധികം കൊതിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഒരു പടമായി ആണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓരോന്നും മാറിക്കൊണ്ടിരുന്നത്. ആ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിപ്പറ്റിയ ഒരു താരമെന്ന് പറയുന്നത് ഈ ധർമ്മേന്ദ്രയാണ്. ധർമ്മേന്ദ്രൻ്റെ ആദ്യ ഭാര്യ പ്രകാശ് കൗറാണ്. രണ്ടാമത്തെ ഭാര്യയായിരുന്നു ഹേമമാലിനി. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. 2 ആൺമക്കളുണ്ട്. അത് ഒന്ന് ബോബി ഡിയോൾ, ഒരാൾ സണ്ണി ഡിയോൾ. അവർ രണ്ടുപേരും നല്ല സിനിമകൾ വേഷങ്ങൾ അഭിനയിക്കുകയും നല്ല കഴിവുകൾ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്ത നല്ല സിനിമാടന്മാർ തന്നെയാണ്. എന്നാൽ സൽമാൻ ഖാൻ്റെയും ഷാറൂഖ് ഖാൻ്റെയൊക്കെ വരവോടുകൂടി അവരുടെ സിനിമാ രംഗത്തെ അഭിനയം രംഗങ്ങൾ അല്പം കുറയാൻ തുടങ്ങി. എന്നാലും ധർമ്മേന്ദ്ര വിചാരിച്ച പോലെ, ധർമ്മേന്ദ്രയുടെ ആഗ്രഹം പോലെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ധർമ്മേന്ദ്രയ്ക്ക് പെൺമക്കളുമുണ്ട്. പെൺമക്കൾ താനിയ ഡിയോൾ, ഇഷ ഡിയോൾ, പൂജ ഡിയോൾ, അഹാന ഡിയോൾ. ഇത്രയും പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം അഭിനയിച്ച സിനിമയാണ് അപ്പനെ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അദ്ദേഹം ഒരു കോച്ചായിട്ടാണ് അഭിനയിച്ചത്. അതിൽ ബോബി ഡിയോളിനെ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് ആ സിനിമയ്ക്കകത്ത് നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. അതൊക്കെ വളരെ നല്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിറച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രമാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മക്കളോട് കൂടിയാണ് അഭിനയിച്ചതെങ്കിലും അദ്ദേഹം വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ. അങ്ങനെ ബോളിവുഡ് രംഗത്ത് തന്നെ അദ്ദേഹം വളരെയധികം തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രതിഭാസ നായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് അങ്ങനെ നമുക്ക്
പെട്ടെന്ന് ഒരു വാക്കാൽ പറഞ്ഞു നിർത്താനോ ഒന്നും സാധിക്കത്തില്ല. അത്രയ്ക്ക് വലിയ ഒരു കഴിവുള്ളൊരു പ്രതിഭാസ കാണിക്കുന്ന ഒരു ചലച്ചിത്ര നടനായിരുന്നു, ഒരു സിനിമാ താരമായിരുന്നു നമ്മളുടെ ആരാധക ലക്ഷങ്ങളുടെ മനസ്സ് കീഴടക്കിയ ധർമ്മേന്ദ്ര. ധരംബാജി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹം ഇതെല്ലാം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അദ്ദേഹം ധൂർത്തായി ചെലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങൾ അദ്ദേഹം വളരെ ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, അദ്ദേഹം മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ മദ്യപാനി കൂടിയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഡേറ്റിങ്ങും ആഹാരത്തിൽ അദ്ദേഹം നിയന്ത്രിച്ചിരുന്ന ആ ഒരു ക്രമീകരണങ്ങളുമൊക്കെ വളരെ അദ്ദേഹത്തെ മറ്റു വ്യക്തികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരാളാക്കി മാറ്റിയിട്ടുണ്ട് ആ കാലങ്ങളിൽ. അദ്ദേഹം ഭക്ഷണത്തിൽ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിക്ക് ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭക്ഷണം അങ്ങനെ അദ്ദേഹം അധികം വാരി വലിച്ച് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആവശ്യത്തിന് മാത്രം കൃത്യമായിട്ടുള്ള സമയത്ത് ആ ഒരു രീതിക്ക് മാത്രം കഴിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാലങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആ സമയങ്ങളിൽ ഇന്നത്തെ പോലെ എഡിറ്റിങ്ങും ക്യാമറയോ അങ്ങനെയുള്ള സവിശേഷതകളോ ഒന്നുമില്ലാത്ത ആ സമയങ്ങളിൽ അദ്ദേഹം ഡ്യൂപ്പില്ലാതെ തന്നെ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അമിതാഭ് ബച്ചനെ പോലും വെറും കൊച്ചനാക്കി മാറ്റിക്കൊണ്ടാണ് അഭിനയിച്ചിരുന്നത് ആ രംഗത്ത്. അത്രയ്ക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചനെക്കാട്ടിലും ആളുകൾ ഓർത്തു വെക്കുന്നത് വീരു എന്ന പേരിലാണ് ആ ഒരു ഷോലെ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുന്നത്. അതിനകത്ത് വില്ലന്മാരെ എല്ലാവരെയും ഒറ്റക്ക് കീഴ്പ്പെടുത്തുകയും അവസാനം എല്ലാവരെയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു വീരു എന്ന രംഗം അഭിനയിച്ചുകൊണ്ട് അമിതാഭ് ബച്ചനെക്കാട്ടിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും കയ്യടി നേടുകയും ചെയ്ത ഒരു താരം കൂടിയാണ് നമ്മുടെ ധർമ്മേന്ദ്ര. സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകളാണ് ബോളിവുഡിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങൾ അഭിനയിച്ചതിന് പ്രത്യേക പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയും അദ്ദേഹം നിരവധി സമ്മാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സമയങ്ങളിൽ കൈപ്പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 300ഓളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ 300ഓളം സിനിമകളും പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സിനിമകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെയധികം തെളിയിച്ചിട്ടുണ്ട്.